ഹലോ ഫ്രണ്ട്സ്, മൂവി ഞാനിലേക്ക് സ്വാഗതം. ഹാപ്പി ഈസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് നീപ്പോൾ ഒരു പുതിയ ഫോട്ടോ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മരണമാസം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗത്ത് നിന്ന് ഹാപ്പി ഈസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ടൊവിനോ തോമസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞതിൻ്റെ ഭാഗത്ത് നിന്ന് 10 ഡേയ്സ് ടു ഗോ പോസ്റ്റർ വന്നു. പിന്നെ സുമ എന്ന് പറഞ്ഞതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ മസ്തിഷ്ക മരണം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗത്ത് നിന്ന് 4 പുതിയ പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ്. ഗഗനചാരി എന്ന് പറഞ്ഞതിൻ്റെ പ്രൊഡ്യൂസറാണ് ഈ പടം എടുക്കുന്നു. എന്തായാലും ഫോട്ടോസൊക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ സരംഗ പനി ജാതകം എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ 5 ഡേയ്സ് ടു ഗോ പോസ്റ്റർ വന്നു. പിന്നെ ഗാംഗേഴ്സ് എന്ന് പറഞ്ഞതിൻ്റെ 4 ഡേയ്സ് ടു ഗോ പോസ്റ്റർ വന്നു. പിന്നെ തുടരും എന്ന് പറഞ്ഞതിൻ്റെ ഭാഗത്ത് നിന്ന് 25-ാം തീയതി റിലീസ് ആകുന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു പുതിയ പോസ്റ്റർ വന്നു. പിന്നെ കേസരി ചാപ്റ്റർ 2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ദിവസം 7.84 കോടിയാണ് നേടിയിട്ടുള്ളത്. രണ്ടാമത്തെ ദിവസം 10.08 കോടിയാണ് നേടിയിട്ടുള്ളത്. അങ്ങനെ 17.92 കോടിയാണ് 2 ദിവസം കൊണ്ട് നേടിയിട്ടുള്ളത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഒഡൈല 2 എന്ന് പറഞ്ഞിട്ടുള്ള 3 ദിവസം കൊണ്ട് 6.25 കോടിയാണ് നേടിയിട്ടുള്ളത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ അർജുൻ സൺ ഓഫ് വൈജയന്തി എന്ന് പറഞ്ഞാൽ 8.55 കോടിയാണ് നേടിയിട്ടുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട് 2 ദിവസം കൊണ്ട്. പിന്നെ ജീത്തു ജോസഫ് മിറേജ് എന്ന് പറഞ്ഞതിന് അടുത്തായിട്ട് ഡയറക്ഷൻ ചെയ്യാൻ പോകുന്ന പടം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. വലതു വശത്തെ കള്ളൻ എന്നുള്ള രീതിയിലാണ് പടത്തിന്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഈ പടത്തിൽ ബിജു മേനോനും അതേമാതിരി ജോർജ് ജോർജ് ആയിരിക്കും മെയിൻ കഥാപാത്രങ്ങൾ അയത്തുക എന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും ഈ പോസ്റ്ററിൽ അതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻ ഒന്നും തന്നിട്ടില്ല. പിന്നെ തഗ്ലഫ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഓഡിയോ ലോഞ്ച് മെയ് 16-ാം തീയതി ഉണ്ടാവും എന്നുള്ള കേൾക്കുന്നുണ്ട്. നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ട്. എന്തായാലും ജൂൺ 5-ാം തീയതിയാണ് പടം റിലീസാകാൻ പോകുന്നത്. പിന്നെ സൂര്യൻ ജ്യോതിയും കൂടിയിട്ടുള്ള ഒരു പുതിയ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ സൂര്യ 46 വെങ്കിയാട്ടിൽ എടുക്കുന്നു പറഞ്ഞ് കേൾക്കുന്ന പടം. ആ പടത്തിൽ നായിക എത്തുന്നത് മമിത ബൈജി ആയിരിക്കും എന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ പടത്തിൽ സിനിമാറ്റോഗ്രാഫി ചെയ്യുക നിമിഷ് രവി എന്നെല്ലാം കേൾക്കുന്നുണ്ട്. വെങ്കിയാട്ടിൽ എടുത്ത ദുൽഖർ സൽമാൻ്റെ ഒരു പടമായിരുന്നു ലക്കി ഭാസ്കർ പറഞ്ഞിട്ടുള്ള പടം. അതിലും ആളതിന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഗംഭീരമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ സൂര്യ ഈ റെട്രോ എന്ന പടത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് എന്നുവെച്ചാൽ കേരളത്തിൽ തിരുവനന്തപുരത്ത് ലുലുമാളിൽ വരും എന്നുള്ള കേൾക്കുന്നുണ്ട് ഏപ്രിൽ 27-ാം തീയതി. എന്തായാലും അതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒന്നും എത്തിയിട്ടില്ല. എന്തായാലും അങ്ങനെ കേൾക്കുന്നുണ്ട്. പിന്നെ ബസൂക്ക എന്ന് പറഞ്ഞ പടത്തിന്റെ കോസ്റ്റ് കോൺകാർഡ് വന്നിട്ടൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടി കട്ടഞ്ചായ കാലിന്റെ മുകളിൽ ഇങ്ങനെ കയറ്റിച്ചിട്ട് ഐഫോൺ നോക്കിയിരിക്കുന്ന 2 ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. 2 ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മമ്മൂട്ടിയുടെ ഇനി അടുത്ത റിലീസ് ആകുമ്പോൾ പടമാണ് കലങ്കാവിൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം. അവിടുത്തെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്നിട്ട് ഇന്നലെ. എന്തായാലും പടത്തിന്റെ റിലീസായി പറഞ്ഞ് കേൾക്കുന്ന മെയ് 22-ാം തീയതിയാണ്. ചിലപ്പോൾ അത് ജൂൺ 4-ലേക്ക് ആവും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ കേൾക്കുന്ന മെയ് 22-ാം തീയതി ആവും എന്നുള്ളതാണ് എന്തായാലും കണ്ടറിയാം. പിന്നെ ലോകേഷ് രാജ് അടുത്തായിട്ട് നാഗാർജുനനെ വെച്ചിട്ട് പടം എടുക്കുന്നുണ്ട് എന്നുള്ളത് കേൾക്കുന്നുണ്ട്. ഇപ്പോഴെല്ലാം കുറച്ച് കഴിഞ്ഞിട്ടാണ്. കൂലി എന്ന് പറഞ്ഞ പടത്തിൽ ഓൾറെഡി നാഗാർജുനായിട്ട് ആൾ ഒന്നിച്ചിട്ടുണ്ട്. പിന്നെ നോബഡി എന്ന് പറഞ്ഞിട്ടുള്ള പൃഥ്വിരാജിന്റെ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയത് നിസാം ബഷീർ എടുക്കുന്ന പടമാണ്. അവിടത്തിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ ഓൾറെഡി കംപ്ലീറ്റ് ആയെന്നുള്ള കേൾക്കുന്നുണ്ട്. സെക്കൻഡ് ഷെഡ്യൂൾ അടുത്ത മാസം പകുതിയോടെ കൂടിയിട്ട് സ്റ്റാർട്ട് ആവുന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും കണ്ടറിയാം എന്താ ഉണ്ടാവുന്നുള്ളത്. പിന്നെ കിങ് എന്ന് പറഞ്ഞിട്ടുള്ള പടം ഷാരൂഖ് ഖാൻ വീണ്ടും ഒരു ഡോൺ ക്യാരക്ടർ എത്താൻ പോകുന്ന പടമാണ്. ആ പടത്തിൽ നായികയായിട്ട് ദീപിക പടുക്കോൺ അങ്ങനെയല്ല എന്നുവെച്ചാൽ സുഹാന ഖാൻ അഭിനയിക്കുന്നുണ്ട് ഈ പടത്തിൽ. സുഹാന ഖാന്റെ അമ്മയായിട്ട് ദീപിക പടുക്കോൺ വരും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ അതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ഉടബിലേക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.